തിന്നുകൊടു തിന്നുകൊടു. ഹായ് കൂട്ടുകാരെ, അപ്പോൾ 3-4 ദിവസമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അതിൽ കാര്യമായിട്ട് നമ്മൾ എന്താ പറയുക, കാര്യമായിട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് ഞങ്ങളൊന്ന് വൃത്തിയാക്കുന്ന ഈ വീഡിയോ ആണ് കേട്ടോ. ആരാ കാര്യമായിട്ടുള്ള ആളെന്നല്ലേ, കർക്കിടകം. അപ്പോൾ ഇതൊരു 3-4 ദിവസം മുമ്പ് പിടിച്ച വീഡിയോ ആണ് കേട്ടോ. കുടുവിന് വയ്യാണ്ടിരുന്ന സമയത്ത് തക്കാളിപ്പനിയായിരുന്നു. അപ്പോൾ അവന് കുളിക്കാനുള്ള വെള്ളമൊക്കെ രാവിലെ തിളപ്പിച്ച് വെച്ചു. അത് കാരണം ഞാനൊരു 3-4 ദിവസം ലീവാക്കി കേട്ടോ. പിന്നെ രാവിലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വറുത്തരച്ച് സാമ്പാറാക്കി വെച്ചു. പിന്നെയാണ് എല്ലാം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കുറച്ച് ഒരു 1-2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഒരു മാസത്തിലൊരിക്കലെങ്കിലും മൊത്തത്തിൽ എന്തായാലും ഒന്ന് തട്ടി അടിച്ച് വരാറൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കട്ടിലിൻ്റെ അടിഭാഗം അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് എപ്പോഴും വൃത്തിയാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ദിവസം മാറ്റി വെക്കുമ്പോഴാണ് നമുക്കത് മൊത്തം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ മൊത്തം മറാലയൊക്കെ തട്ടി അടിക്കാമെന്ന് ഓർത്തു. പിന്നെ ആദ്യം തന്നെ പറയട്ടെ കേട്ടോ കൂട്ടുകാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ലൈക്ക് തരുന്നവർക്കും കമൻറ്റ് തരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ പോകാൻ കഴിയുന്നത് കേട്ടോ. നമ്മളൊക്കെ വിചാരിച്ച ലക്ഷ്യത്തിലെത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മളൊക്കെ ഒരു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ചാനൽ തുടങ്ങിയതെന്നറിയാം. അപ്പോൾ എല്ലാവരും ആ ആഗ്രഹമൊക്കെ സാധിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മറാലിയൊക്കെ തട്ടി പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന റൂമിൽ ചോരുന്നുണ്ട് കേട്ടോ. കിടക്കേൻ്റെ മുകളിലേക്ക് ചോരും. അപ്പം അവിടെ നിന്ന് റെഡിയാക്കണം, മോനോട് പറയണം എന്നൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസമായേ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം തൽക്കാലം ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പം എന്താണേലും അവന് ലീവാണല്ലോ, ഞാനും ലീവാണ്, മക്കൾക്കും മഴ കാരണം സ്കൂളില്ല. അപ്പം അങ്ങനെ എല്ലാം കൂടി ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ചെയ്തപ്പോൾ അടിച്ചു വാരിപ്പോൾ കിട്ടിയത്. ഇപ്രാവശ്യം ഏതാണ്ടായാലും കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത്ര വെളിച്ചമുള്ളൂ. പിന്നെ ഒന്നാമത് ഇങ്ങനെ ചെറിയ ഇടുങ്ങിയ റൂമുകളായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക, ഒരുപാട് ദൂരെ നിന്ന് മക്കൾക്ക് പിടിച്ചു തരാനില്ല. അവരെൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ അവർ പിടിക്കണത്. കുറച്ചൊക്കെ പിടിക്കാനും പറ്റിയിട്ടുള്ളൂ കേട്ടോ. മൊത്തമായിട്ടൊന്നും വീഡിയോ പിടിക്കാനൊന്നും എന്തായാലും നടക്കില്ല. അപ്പോൾ നമ്മളെ പണി നടക്കില്ല. അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുടുവിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന് ഭക്ഷണം കൊടുക്കണം. അതൊന്നും നമുക്കപ്പോൾ ഒന്നും കഴിയില്ലല്ലോ. അവനാണെങ്കിൽ വായിലും മൂക്കിലും കയ്യിലും കാലിലൊക്കെ ബട്ടക്സിലൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് കേട്ടോ, നിറയെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആര്യവേപ്പിൻ്റെ ഇല മഞ്ഞളൊക്കെ ഇട്ട വെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് പിന്നെ കലാമിൻ ലോഷനൊക്കെ തേക്കുന്നതിന് പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നുമില്ല. നല്ല പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ എന്താണേലും 3 ദിവസം പാരസെറ്റമോൾ സിറപ്പ് 3 നേരം വെച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കളും ഞാൻ അടിച്ചു വാരുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ ടി വി കാണുക തന്നെയായിരുന്നു കേട്ടോ. അവർ കൊച്ചു ടി വി ഒക്കെ കണ്ടു. പിന്നെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചു തരും. അങ്ങനെ പിന്നെ ഞങ്ങളെ കുഞ്ഞിക്കുടുവിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കുടുവിന് വയ്യാണ്ടായപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുടുവിന് എന്ത് പറ്റി, പിന്നെ കുടുവിന് മാറിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ നമ്മളെ കൂടപ്പിറപ്പുകളോ അല്ലെങ്കിൽ നമ്മളെ രക്തബന്ധത്തിലുള്ളവർ പോലും ചോദിച്ചിട്ടുണ്ടാവില്ല കേട്ടോ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊന്നും. പക്ഷേ എന്താ പറയുക, ഒത്തിരി പേര് നമ്മളെ എല്ലാവരും നമ്മളെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളൊരു ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നിയിട്ട് എല്ലാവരും ചോദിക്കുമ്പോൾ. അങ്ങനെ കട്ടിലിൻ്റെ അടിയിലേക്ക് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ അടിയിലൊക്കെ ആദ്യകൂട്ടനും മോനൂസൊക്കെയാണ് കേട്ടോ കയറിയത്. മടക്കാൻ പറഞ്ഞത് അത്രയൊരു സന്തോഷമില്ലാത്ത കാര്യമായതുകൊണ്ട് ലേശം മുഖം വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ മോനിച്ചേ ഇങ്ങോട്ട് നോക്കട്ടെ.
ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. പാട്ടൊക്കെ കേട്ടിട്ടേ മൂപ്പര് ഇത് വർക്ക് ചെയ്യും. എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാം. അതെ പോടാ. റെഡിയാക്കുക അത് കൂട്ടാ. നീ നിന്റേത് മടക്കി വെച്ചോ. ഇത് കണ്ടോ, വെളിച്ചില്ലേടാ? അത് കണ്ടോ, പൊടി പൊടി. വെളിച്ചുണ്ടോ? പൊടിയോട് പൊടിയാട്ടോ. ചെറുപ്പത്തിലുണ്ടല്ലോ മറ്റാ, ചെറുപ്പത്തിലേ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും പിന്നെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും, അന്ന് തോട്ടക്കാട് ഡെസ്കൊന്നുമില്ല, അന്ന് ഡെസ്കല്ല, ടേബിളില്ല, ഡെസ്കും ബെഞ്ചും. അവിടെ ഒരു BP ഓടിക്കുന്നുണ്ട് കേട്ടോ. ഡെസ്കും ബെഞ്ചും അതുപോലെ പടിയാണ്, കട്ടിലല്ല പടി. അവിടെ പുറത്ത് കൊണ്ടിട്ടില്ലേ? എന്നിട്ട് ഈ പടിയും ഡെസ്കും ബെഞ്ചും പലകയും ചെരവയും പിന്നെന്താ വിളക്ക്, ഓടിൻ്റെ വിളക്കാണ് അന്നൊക്കെ. വിളക്കും കിണ്ടി കിണ്ണ എല്ലാ സാധനവും എന്താ പുറത്ത് കൊണ്ടുവന്നിട്ട്, മണ്ണെണ്ണ വിളക്കും എല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് പാറകത്തിൻ്റെ ഇലയില്ലേ, പാറകത്തിൻ്റെ ഇലയും ചാരമൊക്കെ കൂട്ടി തേച്ച് കഴുകി കുപ്പിയും പാത്രവും പാട്ടയും ഒരു 2 ദിവസം പായയില്ല, നമ്മൾ കിടക്കുന്ന പായ ബെഡ്ഷീറ്റ്, ഇങ്ങനെ ഈ പണികളൊക്കെ കർക്കിടക മാസമൊക്കെ ആവാനാകുമ്പോഴത്തേക്കും, അതുപോലെ വൃശ്ചിക മാസം ആവാനാകുമ്പോഴത്തേക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ അമ്മമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ അമ്മമ്മേൻ്റെ കൂടെ അമ്മ ചെറുപ്പം തൊട്ടേ അമ്മ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ഇതെല്ലാം വലിച്ച് പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് തേച്ച് കഴുകി ഓരോ ഭാഗത്ത് കമത്തി വെച്ച് വെയിലത്ത് ഉണക്കി അകത്ത് കൊണ്ടുവന്ന് വെച്ച് മുറ്റത്ത് ചാണം തളിച്ച് നല്ല എന്താ പറയുക, ആ കാലമൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പോൾ എന്നാലും അന്ന് അമ്മ ചെയ്ത അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഞാനും ചെയ്യാറുണ്ട്. അന്ന് ആ ചെറുപ്പത്തിൽ അങ്ങനെ കൂടിയതുകൊണ്ടാവും ആ സമയം. ഉണ്ടോ ഞാൻ സർക്കസ് എവിടെ? കൊടു വീഴാൻ പോയതാ, ഇങ്ങനെ അടക്കുകയാണ് തലേം. അപ്പം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ആ സമയമാകുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആ സമയമാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അയ്യോ ചെയ്യണല്ലോ എന്നുള്ള മനസ്സിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയായിട്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ, വൃത്തിയാക്കി കഴിഞ്ഞാൽ. പിന്നെ ഈ നമ്മൾ ഇങ്ങനത്തെ വീടൊക്കെ ആകുമ്പോൾ എത്ര നമ്മൾ അതുക്കി പെറുക്കി വെച്ചാലും അത് ഒരു ഭംഗിയും വൃത്തിയൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമ്മളെ മനസ്സിനൊരു തൃപ്തി എന്ന് മാത്രം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ചിരവ ഇന്നിപ്പോൾ ഊരിക്കൊണ്ട് പോയി കഴുകാൻ പറ്റുന്ന ചിരവയല്ലല്ലോ, കമ്പി ഇതല്ലേ, അപ്പം അതൊന്നും പറ്റൂല. പിന്നെ പണ്ടത്തെ പോലെ ഞങ്ങളുടെ വീട്ടിലുള്ള പോലെ പലകയില്ല, ഡെസ്കും ബെഞ്ചൊന്നും ഇല്ല, കസേരയും ടേബിളൊക്കെ അത് പിന്നെ നമ്മൾ ചെയ്യലില്ലേ. ഞങ്ങൾ കസേരയും ടേബിളൊക്കെ പുറത്ത് കൊണ്ട് ഇട്ടിട്ട് ഞങ്ങൾ കഴുകും കേട്ടോ, അതൊക്കെ ഞങ്ങൾ ചെയ്യലുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു തന്നാ സമയം പോകും. തുടങ്ങിയാലോ? ഒഴിവാ. പിന്നെ പിന്നീടല്ലോ ഞങ്ങളോട് ഏതൊക്കെയോ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വിളക്ക് അടുക്കളയിൽ വെക്കരുതെന്ന്. ഞാൻ ആദ്യമൊക്കെ വിളക്ക് ഹാളിൽ ഞങ്ങൾ TV വെക്കുന്ന സ്റ്റാൻഡില്ല, അവിടെയായിരുന്നു വെക്കല്. അത് പൊട്ടിപ്പോയി TV വെക്കുന്നത്. പിന്നെ TV ഇല്ലാണ്ട് കുറേ കാലമായില്ലേ. പിന്നെ എവിടെ കിടക്കുന്ന റൂമിൽ എന്തായാലും വെക്കാൻ പറ്റൂല, ആകെ കിടക്കുന്ന റൂമല്ലേ ഉള്ളൂ. പിന്നെ ഈ ഹാള് ഞങ്ങൾ നടക്കുന്ന സ്ഥലമാണത്, അവിടെ എവിടെയാ വെക്കുക. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് വെക്കണമായിരുന്നു. കുറേ നാൾ പറഞ്ഞു കേട്ടോ, ഒരു സ്റ്റാൻഡ് അടിച്ച് ഉള്ള കാര്യമാണ്, ഒരു കുഞ്ഞ് സ്റ്റാൻഡ് അടിച്ചു തരാൻ കുറേ നാൾ ഇവിടെ ഒരാളോട് പറഞ്ഞു. പക്ഷെ ആൾക്ക് നേരമില്ല, ടൈമില്ല. അങ്ങനെ നോക്കി
എനിക്കാണേലും അടിച്ചാൽ പക്ഷേ എങ്ങനെ ഇപ്പോൾ സ്റ്റാൻഡിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് ഇതുവരെ അത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ വെച്ചത് അടുക്കളയിൽ. പൂജാമുറി ഇല്ലാത്തവർക്ക് അടുക്കളയിലും എവിടെ വേണേലും ഇരിക്കാന്നാണ് ഈശ്വരൻ പറയണത് കേട്ടോ. അതുകൊണ്ട് വിളക്ക് തൽക്കാലം ഞങ്ങൾ അടുക്കളയിൽ വെച്ചത്. ഇനി തൽക്കാലം ഫ്രിഡ്ജിന്റെ മണ്ടയിൽ ഇരിക്കട്ടെ. ഓക്കേടാ. ഇനിയാണ് രസം. ഞാനിതൊക്കെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കുപ്പിയെല്ലാം കഴിക്കാന്ന് പറഞ്ഞാൽ അലക്കാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടിൻ്റെ ഒരു വീഡിയോ പിടുത്തുണ്ട് കേട്ടോ. ആദ്യം മടക്കി കഴിഞ്ഞാടാ. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടായി അടുക്കളയിൽ അമ്മ പറഞ്ഞു ഈ നമ്മളെ സ്റ്റാൻഡിലില്ലേ ആ സ്റ്റാൻഡിലുള്ള അത് കഴുകി വെക്കാൻ. അപ്പോൾ ചേട്ടാ കഴുകി വെക്കുക. ഇനി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കുപ്പി കഴുകിക്കോ അമ്മ അലക്കാൻ പോട്ടേന്ന്. അപ്പോൾ അമ്മ അലക്കുക കേട്ടോ. ചേട്ടായി കുപ്പി കഴുകുന്നു. ഇത് അത്രയും കുപ്പി തുടച്ചു. ഇനി അടുക്കള വൃത്തിയാക്കണം. ആ അടുപ്പിലൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞ് തക്കാളിപ്പനിയാ. താണ്ടായിട്ട് പാത്രം അല്ല കുപ്പി കഴിയുന്നു. ചേട്ടൻ്റെ ചെവിയിലേക്ക് നോക്കിക്ക്. അല്ല അവിടേക്ക് നോക്കേ ഉണ്ടാവും. അമ്മ കാറ്റ് വന്നപ്പോ ഈ വാതിലറിഞ്ഞു. അപ്പൊ വരിക പോലെ പിന്നെ അവർ വീടിൻ്റെ മുകളിൽ കയറി അവിടെ മോനോട് കയറാൻ പറഞ്ഞു. അവർ രണ്ടാളും കൂടെ മത്സരിച്ചാണ് കയറിയിട്ട് ഷീറ്റ് വെച്ചു. പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരുന്നു പഴയതൊക്കെ, അതൊക്കെ അതിൻ്റെ മുകളിലിട്ടു. ഇവിടെ ഈ ഷീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ കല്ല് ഞാനിങ്ങനെ ഇടാൻ പിടിക്കുമോ? മോനിച്ച് പിടിക്കാം. ആദ്യം കൂട്ടിനെ കൊണ്ട് പറ്റൂല. ഇല്ല, മോനിച്ച് പിടിച്ചോളൂ. കുഞ്ഞു പിടിക്കുന്നു, ചേട്ടാ പിടിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ
പൊട്ടിപ്പോവും കുഞ്ഞേ ആസ്പെറ്റോസ്. ആ നീ കല്ല് വേണോ? ചെറുതാ കുഞ്ഞേ, ഈ കല്ല് മതിയോ? എന്തിതേ ഒരു മുഴുവനാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് മുഴുവനാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നേരെയാണ് ഇത് മുഴുവനാക്കിയത്. മടിയന്മാർ ഞാനാണ് അവിടെ തൊട്ട് ഇവിടെ വരെ ആക്കി. ആണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതൊക്കെ ബക്കറ്റുകളിലാണ് കേട്ടോ. അപ്പോൾ ഈ ബക്കറ്റുകളൊക്കെ പുറത്ത് കൊണ്ടുപോയി കഴുകണമെന്നില്ല. പക്ഷേ ഒന്നാമത് പനി കഴിഞ്ഞിട്ട് പനി അങ്ങ് മാറിയെങ്കിലും ഞാൻ ചുമയും ജലദോഷത്തിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഇനി ആവില്ല, പുറത്ത് കൊണ്ടുപോകലൊന്നും ആവില്ല, ഒക്കെ ഇങ്ങനെ തൽക്കാലം പിന്നെ തൽക്കാലം ബാക്കിയുള്ള എല്ലാം അങ്ങനെ എന്ത് ചെയ്തു, അതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒരുവിധം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നന്നാക്കിയതായിരുന്നു കേട്ടോ. ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തതാണ്. എന്നാലും ഇനി ഉണ്ടാവും കേട്ടോ, ശരിക്കും തപ്പിപ്പെറുക്കുകയാണ് കളയാനൊക്കെ. അങ്ങനെ ഒരു വിധത്തിലാകും പുറമൊക്കെ ഒരുമാതിരിയൊക്കെ വൃത്തിയാക്കി കേട്ടോ. പിന്നെ പനി കഴിഞ്ഞതിൻ്റെ ക്ഷീണമുണ്ട്, പിന്നെ ജലദോഷമൊന്നും ശരിക്കും അങ്ങോട്ട് മാറിയില്ല. അപ്പോഴത്തേക്കും മടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഒരു എന്താ പറയുക, ഒരു സന്തോഷം. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണല്ലോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ ഒരുവിധം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി വരാൻ പോണ കർക്കിടക മാസമാണ് അല്ലേ, ഇതായി വന്നു. ഞാനിപ്പം വീഡിയോ പിടിച്ചത് 3-4 ദിവസം മുമ്പാണെങ്കിൽ ഇപ്പോൾ കർക്കിടകം തുടങ്ങിയില്ലേ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരു ശാന്തവും സമാധാനമായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഞങ്ങൾക്ക് തന്നെ കണ്ടില്ലേ, എല്ലാവർക്കും ഉണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്യാനും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അതുപോലത്തെ പ്രകൃതിയൊക്കെ അങ്ങനെയായി മാറി. പ്രകൃതിയെ നമ്മൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കിയത്. നമ്മളെല്ലാവരും ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം മാത്രമേ ഇവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. കൂടിപ്പോയ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ്, അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പഴയ പോലെ ആവേ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്, അതൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊന്നും വീഡിയോ പിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. വൈകുന്നേരത്തേക്കുള്ളത് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മക്കളൊരു കളിയൊക്കെ കളിച്ചു. ഒരു മഴ പെയ്തു. ആ മഴയത്ത് മാതിക്കുട്ടനും മോനൂസൊക്കെ ഇറങ്ങി ഒരു കളിയെല്ലാം കഴിഞ്ഞു. ഞാനും കൊടും അകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വൈകുന്നേരത്തേക്കുള്ള കഞ്ഞി അടുപ്പിലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അടുക്കളയിലേക്ക് നോക്കിയാലും ചെയ്തതെന്ന് തോന്നില്ല കേട്ടോ. കാരണം അങ്ങനെയല്ലേ വെക്കാനുള്ള സൗകര്യമുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരേപോലെ തന്നെയാണ് വീണ്ടും. പക്ഷെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പൊടിയെല്ലാം പോയി എന്നുള്ളൊരു വൃത്തിയായി, കുറച്ചൊക്കെ വൃത്തിയായി എന്നുള്ളൊരു ഇത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞങ്ങളെല്ലാം ഒരു വിധത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി പേര് നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് തരുന്നുണ്ട്, കമൻറ്റ് തരുന്നുണ്ട്. കമൻറ്റ് തരുന്നവർക്കും ലൈക്ക് തരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ പോകാൻ കഴിയണത്. വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ചെന്നല് വന്നില്ലേന്നോ? തെന്നലോ തിന്നുകൊടു. അമ്മ